അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഥവാ പടച്ചതമ്പുരാൻ്റെ രക്ഷയും സമാധാനവും നമ്മിലേവരിലും വർഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, എല്ലാ പ്രവർത്തനങ്ങളും പടച്ചതമ്പുരാൻ നമ്മളിൽ നിന്ന് സ്വീകരിക്കുന്നത് നമ്മുടെ നിയ്യത്ത് അനുസരിച്ചാണ്. നാം എന്താണോ ഉദ്ദേശിക്കുന്നത്, എന്താണോ കരുതുന്നത്, അതിനനുസരിച്ചാണ്. നമ്മുടെ ഉദ്ദേശ്യം നല്ലതാണെങ്കിൽ ആ ഉദ്ദേശത്തിനനുസരിച്ചായിരിക്കും പടച്ചവൻ പ്രതിഫലം നൽകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്നാണ്. നാം എന്താണോ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും പടച്ചവൻ നമുക്ക് പ്രതിഫലം നൽകുന്നത് എന്നാണ്. ഓരോ കാര്യങ്ങളും നമ്മൾ റമദാനിൽ നോമ്പെടുക്കുമ്പോൾ നിയ്യത്ത് വേണം, നിസ്കരിക്കുമ്പോൾ നിയ്യത്ത് വേണം, ഏത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും നിയ്യത്ത് വേണം. ഒരാളുടെ നിയ്യത്ത് നന്നാകുമ്പോൾ മാത്രമേ ആ നല്ല നിയ്യത്തിന്, നല്ല കരുതലിനുള്ള പ്രതിഫലം അല്ലാഹു നൽകുകയുള്ളൂ. നിയ്യത്ത് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കരുതുക എന്നാണ്. കരുതുക എന്ന് പറഞ്ഞാൽ മനസ്സിൽ വിചാരിക്കലാണ്. നവായൻവി എന്ന പദത്തിൽ നിന്ന് വന്ന പദമാണത്. മനസ്സുകൊണ്ട് നല്ല ഉദ്ദേശ്യം വെച്ച് പുലർത്തുക എന്നതാണ്. അപ്പോൾ എല്ലാ കർമ്മങ്ങളും നല്ല ഉദ്ദേശ്യം വെച്ച് പുലർത്തുമ്പോൾ മാത്രമേ പടച്ചവൻ നമ്മളിൽ നിന്ന് സ്വീകരിക്കുകയുള്ളൂ. ഓരോരുത്തരും അവനവൻ ഉദ്ദേശിച്ചത് ലഭിക്കുമെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റയെ പറ്റി പറഞ്ഞിടത്ത് നമുക്ക് കാണാം. ചിലരൊക്കെ ഹിജ്റ പോയ സമയത്ത് പലതിനു വേണ്ടിയും അവർ ഹിജ്റ പോയി. ചിലർ കല്യാണം കഴിക്കാൻ വേണ്ടിയൊക്കെ പോയി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ അള്ളാഹുവിലേക്കും റസൂലിലേക്കും ഹിജ്റ പോയാൽ അവന് അള്ളാഹുവിൻ്റെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ലഭിക്കുന്നതാണ്. അഥവാ അവൻ ഉദ്ദേശിച്ചത് ലഭിക്കുന്നതാണ്. അതല്ല, അവൻ ദുനിയാവിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഉദ്ദേശിച്ച് പുറപ്പെടുന്നതെങ്കിൽ അതവന് ലഭിക്കുന്നതാണ്. അവൻ്റെ അപ്പുറത്തേക്ക് പരലോകത്ത് അവൻ പ്രതിഫലം പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന്. അപ്പോൾ നാം എന്താണോ ചിന്തിക്കുന്നത് അതനുസരിച്ചായിരിക്കും നമ്മുടെ പ്രതിഫലം. പക്ഷേ നിയ്യത്ത് എന്ന പദം കൊണ്ട് നാവ് കൊണ്ട് പറയുക എന്നർത്ഥമാക്കേണ്ടതില്ല. കാരണം നിയ്യത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിൽ കരുതലാണ്. അതുകൊണ്ട് തന്നെ നമസ്കാരമായിരുന്നാലും നോമ്പായിരുന്നാലും ഏത് പുണ്യകർമ്മങ്ങളായിരുന്നാലും നമ്മുടെ നിയ്യത്ത് നമ്മുടെ മനസ്സുകൊണ്ട് നല്ലത് കിട്ടണം, നല്ല പ്രതിഫലം ലഭിക്കണം, പരലോകത്ത് പ്രതിഫലം കിട്ടണമെന്ന ആഗ്രഹമായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ പരലോകത്ത് മനസ്സിൽ തെറ്റായ ചിന്ത വെച്ച് പുലർത്തി മോശപ്പെട്ട ചിന്തകൾ കൊണ്ട് പ്രവൃത്തി ചെയ്ത ആളുകൾക്ക് ദുനിയാവിൽ അവരെന്താഗ്രഹിച്ചോ അതിനനുസരിച്ചുള്ള പ്രതിഫലം നൽകപ്പെടുകയും പക്ഷെ പരലോകത്ത് പ്രതിഫലം നൽകപ്പെടാതിരിക്കുകയും ചെയ്തതിൻ്റെ സൂചനകൾ നൽകിയിട്ടുണ്ട്. അഥവാ ഒരു മനുഷ്യൻ നല്ല കർമ്മങ്ങൾ ചെയ്യുന്നു, പക്ഷെ അവൻ്റെ കരുത്തും ചിന്തയും മോശമാണ്. അത് 2-3 ആളുകളെ പറ്റി ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ഒരു മനുഷ്യൻ യുദ്ധത്തിൽ വധിക്കപ്പെട്ട ഷഹീദാണ്, രക്തസാക്ഷിയാണ്. പക്ഷെ അള്ളാഹുവിനോട് ചോദിക്കുന്നു, നീ എന്തിനാണ് ഷഹീദായത്, രക്തസാക്ഷിയായത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അദ്ദേഹം മറുപടി പറയും അത്രേ, പടച്ചവനെ, നിന്റെ മാർഗത്തിലാണല്ലോ ഞാൻ വധിക്കപ്പെട്ടത് എന്ന്. അല്ല, നീ അത് കളവ് പറയുകയാണ്. നീ വലിയ ധീരനാണ് എന്ന് പറയാൻ വേണ്ടിയല്ലേ നീ യുദ്ധം ചെയ്തതും വധിക്കപ്പെട്ടതുമെല്ലാം. യുദ്ധത്തിൽ നീ വലിയ പോരാളിയാണ് എന്ന് ആളുകൾ പറയാൻ വേണ്ടിയല്ലേ. അതുകൊണ്ട് അങ്ങനെ പറയപ്പെട്ടിട്ടുണ്ട്, നീ ആഗ്രഹിച്ചത് നടന്നിട്ടുണ്ട്, നീ നരകത്തിലേക്ക് പോകണമെന്ന് പറയുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ചെയ്തത് നല്ലതാണ്, പക്ഷെ അവൻ്റെ ഉദ്ദേശം മാറിപ്പോയി എന്ന് ചുരുക്കം. അതേ പ്രകാരം തന്നെ ദാനം ചെയ്യുന്ന, ധർമ്മം ചെയ്യുന്ന ഒരു ധനികനെ കൊണ്ടുവരും അത്രേ. അദ്ദേഹത്തോട് ചോദിക്കപ്പെടും, നീ എന്തിനാണ് ധർമ്മം ചെയ്തത്? പടച്ചവനെ, നിന്റെ മാർഗത്തിലാണെന്ന് മറുപടി പറയപ്പെടും. പക്ഷെ അള്ളാഹു തിരിച്ചു പറയും, അല്ല, നിന്റെ മനസ്സിലുണ്ടായിരുന്നത് നീ വലിയ ഔദാര്യവാനാണ്, നീ ദാനം ചെയ്യുന്നവനാണ്, നീ ധർമ്മം ചെയ്യുന്നവനാണ് എന്ന് ആളുകൾ പറയണമെന്നല്ലേ നീ ചിന്തിച്ചത്. അതുകൊണ്ട് ആളുകൾ അത് പറഞ്ഞിട്ടുണ്ട്, നിന്റെ ഉദ്ദേശ്യം പൂർത്തിയായിട്ടുണ്ട്, നീ നരകത്തിലേക്ക് പൊയ്ക്കോ എന്ന് പറയുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നല്ല കർമ്മമാണ് ചെയ്തിരുന്നത്, പക്ഷെ മനസ്സിൻ്റെ ഉദ്ദേശ്യം മോശമായി പോയി. അതുകൊണ്ട് തന്നെ ലഭിക്കുന്ന പ്രതിഫലം നരകമായി പോയി എന്നാണ്. ഇത് ചെയ്യുന്ന കർമ്മങ്ങൾ നന്നായിരുന്നാലും അവൻ്റെ നിയ്യത്തും കരുത്തും മോശമായിരുന്നാൽ ലഭിക്കുന്ന പ്രതിഫലം ഇങ്ങനെയാണ്. ഇനി നേരെ തിരിച്ചുകൊണ്ട് അവൻ്റെ മനസ്സിൽ നല്ല ചിന്തയാണ്, പക്ഷേ ഉദ്ദേശിച്ചതൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ വിരിപ്പിലേക്ക് പോകുന്ന സമയത്ത് അവൻ്റെ മനസ്സിൽ രാത്രി എഴുന്നേറ്റ് തഹജ്ജുദ് നമസ്കരിക്കണമെന്ന ചിന്തയുണ്ട്. പോകാൻ തയ്യാറാകുമ്പോൾ, ഉറങ്ങാൻ തയ്യാറാകുമ്പോൾ അവൻ്റെ മനസ്സിലുള്ളത്, റബ്ബേ, പാതിരാ നേരങ്ങളിൽ എഴുന്നേറ്റിരുന്ന് നിന്നോട് പ്രാർത്ഥിക്കണം, സുജൂദ് ചെയ്യണം, തഹജ്ജുദ് നമസ്കരിക്കണം എന്നാണ്. പക്ഷെ അവൻ ഉറങ്ങിപ്പോയി. ആ ഉറക്കം ആ സുബഹി വരെ നീണ്ടു. തഹജ്ജുദ് നമസ്കരിക്കാൻ അവൻ കഴിഞ്ഞില്ല. പക്ഷെ അവൻ്റെ ഉള്ളിൽ നല്ല ചിന്തയുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് തഹജ്ജുദിന്റെ പ്രതിഫലം കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പോൾ മനസ്സിൽ എന്താണോ ചിന്തിക്കുന്നത് ആ ചിന്ത കൊണ്ടുള്ള പ്രവൃത്തി ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും നല്ല നിയ്യത്തുണ്ടെങ്കിൽ നല്ല പ്രതിഫലമുണ്ട്. ഇനി നല്ലത് പ്രവർത്തിച്ചാൽ പോലും ചിന്ത മോശമാണെങ്കിലോ നിയ്യത്ത് മോശമാണെങ്കിലോ തീർച്ചയായിട്ടും
പ്രതിഫലം മോശമായിരിക്കുമെന്ന് ചുരുക്കം. ഇനി നിയ്യത്തെന്നതുകൊണ്ട് ഉദ്ദേശ്യമാണെന്ന് പറഞ്ഞല്ലോ, നാവ് കൊണ്ട് പറയേണ്ടതില്ല. ഞാൻ നാളത്തെ നോമ്പ് എടുക്കുന്നു എന്നൊക്കെ ഇങ്ങനെ ഉച്ചത്തിൽ പറയുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ പറയാൻ പഠിപ്പിച്ച ഇസ്ലാമിലെ ഒരേ ഒരു ആരാധനാക്രമം ഹജ്ജ് മാത്രമാണ്, അല്ലെങ്കിൽ ഉംറ മാത്രമാണ്. അവിടെയാണ് നാവ് കൊണ്ട് ഉച്ചത്തിൽ പറയാൻ ഒരു ഇബാദത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് പറയാൻ പറഞ്ഞ അതിൻ്റെ തുടക്കത്തിലുള്ള കരുത്ത് അവിടെ മാത്രമാണ്. മറ്റൊരു ഇബാദത്തിനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉച്ചത്തിൽ പറയണമെന്ന് മാതൃക കാണിക്കുകയോ നിർദ്ദേശിക്കുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഓരോ പ്രവൃത്തിയും നമ്മുടെ ജീവിതത്തിൽ ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രതിഫലമാണ് ആഗ്രഹിക്കേണ്ടത്. അത് അള്ളാഹു സ്വീകരിക്കണമെന്ന പ്രാർത്ഥനയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഖുർആനിൽ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ പ്രാർത്ഥന നമുക്ക് കാണാം. ഇബ്രാഹിമുൽ ഖവായിദ് മിനൽ ബൈത്ത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുവിൻ്റെ ഭവനം പണിയുന്ന സമയത്ത് ഇസ്മായിൽ നബി അലൈഹി സ്വലാമും കൂടെ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞെന്താ? റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അന്തസ് സമീഉൽ അലീം എന്നാണ്. പടച്ചവനെ നീ കബൂൽ ചെയ്യണം, നീ സ്വീകരിക്കണം. പടച്ചവൻ കബൂൽ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് മാത്രം നമ്മൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. അപ്പോൾ അള്ളാഹു സ്വീകരിക്കണമെന്ന പ്രാർത്ഥനയുണ്ടാകണം, തുടക്കത്തിൽ നല്ല ചിന്തയുണ്ടാകണം. ഇതാണ് യഥാർത്ഥത്തിൽ നല്ല കർമ്മത്തിൻ്റെ പരിസമാപ്തി. അപ്പോൾ തുടക്കത്തിലുള്ള നല്ല ചിന്തയും പിന്നീട് സ്വീകരിക്കണമെന്നുള്ള പ്രാർത്ഥനയും, നമസ്കാര ശേഷമൊക്കെ ഒരല്പസമയം ഇരുന്ന് ദിക്ർ ചൊല്ലുന്ന ആളുകൾക്ക് റബ്ബേ ഇതൊന്ന് സ്വീകരിക്കണേ എന്നുള്ള പ്രാർത്ഥിക്കുവാനുള്ള സമയം കൂടി കണ്ടെത്തേണ്ടതുണ്ട്. നമ്മുടെ നോമ്പ്, നമ്മുടെ സക്കാത്ത്, നമ്മുടെ ദാനധർമ്മം, നമ്മുടെ പുണ്യകർമ്മങ്ങളെല്ലാം അള്ളാഹു സ്വീകരിക്കണമെന്നുള്ള പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആരാ? അള്ളാഹുവിൻ്റെ ഖലീലാണ്, അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ദൂതനാണ്. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ മകനാണ്. ലോകത്തെ ഒന്നാമത്തെ പള്ളി പണിയാണ്, അള്ളാഹ് പറഞ്ഞ പണിയാണ് ചെയ്യുന്നത്. എന്നിട്ട് പോലും അവരെന്തു പറഞ്ഞു എന്നാണ് അള്ളാഹു പറയുന്നത്? റബ്ബന തഖബ്ബൽ മിന്ന, പടച്ചോനെ സ്വീകരിക്കണേ എന്നാണ്. അള്ളാഹ് പറഞ്ഞ പണിയെടുക്കുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാം പോലും പടച്ചോനെ സ്വീകരിക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാം അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം ചെയ്യുന്ന എല്ലാ പുണ്യകർമ്മങ്ങളും വേണേ സ്വീകരിച്ചോ എന്ന നിലപാട് പോരാ, പടച്ചോനെ സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കണം. അപ്പൊ പ്രിയപ്പെട്ടവരെ, നല്ല നിയ്യത്തുണ്ടാകുക, ഇഖ്ലാസോടു കൂടിയായിരിക്കുക, സ്വീകരിക്കണമേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ കർമ്മങ്ങളെ ഫലപ്രാപ്തിയിലെത്തിക്കുന്നത്. ഇവിടെ അള്ളാഹുവിൻ്റെ സ്വീകാര്യയോഗ്യമായ പ്രവർത്തനങ്ങളല്ല എങ്കിൽ ഖുർആനിൽ നമസ്കാരക്കാരെ പറ്റി പറഞ്ഞെടുത്ത് നമുക്ക് കാണാം, ഫവൈലുൽ ലിൽ മുസല്ലീൻ എന്നാണ്. നമസ്കാരക്കാർക്ക് നാശമാണ്, നഷ്ടമാണ്, നരകമാണ് എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഖുർആൻ നമസ്കാരക്കാരെ പറ്റി പറഞ്ഞിടത്തൊക്കെ ചില നിബന്ധനകൾ ചേർത്ത് വെക്കുന്നുണ്ട് എന്ന് ചുരുക്കം. അതിൽ ഖുശൂഉണ്ട്, അതേപ്രകാരം തന്നെ നിത്യതയുണ്ട്, ഭയഭക്തിയുണ്ട്, പടച്ചവനോടുള്ള പേടിയുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലേ നമസ്കാരം പൂർണ്ണമാവുള്ളൂ എന്നാണ്. കേവല നിസ്കാരങ്ങൾ പടച്ചവന് വേണ്ട. കേവല നമസ്കാരക്കാര് ആ നമസ്കാരത്തെ തൊട്ട് പോലും അശ്രദ്ധരായിക്കൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കുന്നതാണ്. അപ്പോൾ നല്ല ചിന്തയോടുകൂടി പ്രവർത്തിക്കുന്ന ഇബാദത്തുകളിലും കർമ്മങ്ങളിലും ഖുശൂഉം അള്ളാഹുവിനോടുള്ള ഭയഭക്തിയും നിലനിർത്തുക. ശേഷം പടച്ചവനോട് ഇത് കബൂൽ ചെയ്യണമെന്നുള്ള പ്രാർത്ഥന ഉണ്ടാവുക. എല്ലാ ആരാധനാ കർമ്മങ്ങളിലും ഇതുണ്ടാകണം. ഈ 3 ഘട്ടങ്ങൾ: ഒന്ന്, തുടക്കത്തിൽ നല്ല ഉദ്ദേശ്യത്തോടു കൂടി ചെയ്യുക. 2, ആ പ്രവൃത്തിയിൽ ആത്മാർത്ഥതയുണ്ടാവുക. ആളുകളുടെ കൂടി ചെയ്യുന്ന പ്രവൃത്തി പടച്ചവൻ ആവശ്യമില്ല. എല്ലാവരും നിസ്കരിക്കുമ്പോൾ നമ്മൾ നിസ്കരിക്കുന്നു, എല്ലാവരും നോമ്പെടുക്കുമ്പോൾ നമ്മൾ നോമ്പെടുക്കുന്നു, എല്ലാവരും അമലു സ്വാലിഹാത്തുകൾ ചെയ്യുന്നതുകൊണ്ട് നമ്മളും ചെയ്യുന്നു എന്ന ചിന്തയല്ല. പടച്ചവനെ എൻ്റെ പരലോകമോക്ഷത്തിന് വേണ്ടി എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയും ഉൾവിളിയുമാണ് ഒരു ഇബാദത്തിനെ ഫലവത്താക്കി തീർക്കുന്നത്. അതോടൊപ്പം ശേഷം പടച്ചവനെ സ്വീകരിക്കണേ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയും. ഈ 3 ഘടകങ്ങളും നമ്മുടെ എല്ലാ കർമ്മങ്ങളിലും, ഒന്ന് ഖുർആൻ ഓതുമ്പോഴോ, ഒരു ദിക്ർ ചൊല്ലുമ്പോഴോ ഒക്കെ, ഒരു ദാനം ചെയ്യുമ്പോഴോ, എല്ലാ പുണ്യകർമ്മങ്ങളിലും ഈ 3 ഘടകങ്ങൾ ഉണ്ടായിത്തീരേണ്ടതുണ്ട്. അപ്പോഴാണ് നമ്മുടെ പ്രവൃത്തികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുന്നത്, ഫലവത്താകുന്നത്, നമ്മുടെ ഇബാദത്തുകൾ പൂർണ്ണമായി തീരുന്നത്. അങ്ങനെയുള്ള ഇബാദത്തുകളായി തീരണം നമുക്കുണ്ടായിത്തീരേണ്ടത്. വെറുതെ കർമ്മങ്ങൾ ചെയ്ത് പരലോകത്ത് നഷ്ടക്കാരായിത്തീരുന്ന ഒരുപാട് ആളുകളെ പറ്റി ഖുർആൻ പറഞ്ഞിരുന്നുണ്ട്. അതിൽ നമ്മൾ പെട്ടുപോകരുത്. അള്ളാഹു എല്ലാ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും നല്ല ഉദ്ദേശത്തോടെ ചെയ്യുവാനും, എല്ലാ പുണ്യകർമ്മങ്ങളും ആത്മാർത്ഥമായി ചെയ്യുവാനും, എല്ലാ പുണ്യകർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കുന്ന രൂപത്തിലാക്കി തീർക്കുവാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.